വെൽക്കം ടു കർമ്മ അക്കാഡമി. അപ്പം നമ്മൾ കഴിഞ്ഞ 2 സെഷനായിട്ട് ട്രയാങ്കിൾസിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ പാർട്ടിൽ ബേസിക് ട്രയാങ്കിൾസിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെഷനിൽ നമുക്ക് ട്രയാങ്കിളിനകത്ത് കുറെ പോയിന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് സിമിലാരിറ്റിയും കോൺഗ്രുവൻസി, നമുക്ക് SSC എക്സാമുകൾക്ക് ട്രയാങ്കിൾ എന്ന പാർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന സിമിലാരിറ്റി ആൻഡ് കോൺഗ്രുവൻസി. നമുക്ക് എന്താ നോക്കാം. നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച് 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന കോൺഗ്രുവൻസിയും സിമിലാരിറ്റി. അപ്പൊ എന്താണ് കോൺഗ്രുവൻസി? 2 ട്രയാങ്കിൾ, ഇപ്പൊ സപ്പോസ് ABCയും PQRും 2 ട്രയാങ്കിൾ ആണെങ്കിൽ, ABCയും PQRും 2 ട്രയാങ്കിൾ ആണെങ്കിൽ, ഇഫ് ദേ ആർ കോൺഗ്രുവന്റ്, ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ ആസ്പെക്ട്സും, എല്ലാ രീതിയിലും ഇതെന്തായിരിക്കും? സിമിലർ ആയിരിക്കും ഇൻ ഓൾ പ്രൊപ്പോർഷൻ. എന്ത് നോക്കിയാലും ഇതിന്റെ എന്തൊക്കെ ആസ്പെക്ടുകൾ നോക്കി, ഇപ്പൊ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q, ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R, അതാണെങ്കിൽ AB ഈക്വൽ ടു PQ, PR ഈക്വൽ ടു AC, അങ്ങനെ പെരിമീറ്റർ, ഏരിയ, വോളിയം എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്തായിരിക്കും? ഈ 2 ട്രയാങ്കിളുകൾക്കും ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുന്ന ട്രയാങ്കിളാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ട്രയാങ്കിള് കോൺഗ്രുവന്റ് ആണെങ്കിൽ, 2 ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ പ്രൊപ്പോർഷൻസും, അത് എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആൻഡ് ഐഡന്റിക്കൽ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഏരിയ സെയിം ആയിരിക്കും, പെരിമീറ്റർ സെയിം ആയിരിക്കും, എല്ലാം സെയിം ആയിരിക്കും. അതായത് സെയിം ആയിരിക്കും ഓൾ ആസ്പെക്ട്സ്. അതാണ് എന്ത് കോൺഗ്രുവൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടീഷൻസ് ഫോർ കോൺഗ്രുവൻസി നോക്കാം. കണ്ടീഷൻസ്, അപ്പൊ ഈ ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ട്രയാങ്കിൾ PQR ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടുത്തെ കണ്ടീഷൻസ് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾസ് എന്താണ് കോൺഗ്രുവന്റ് ആണെങ്കിൽ, കോൺഗ്രുവന്റ് ആവണമല്ലോ, അപ്പോൾ കണ്ടീഷൻ നോക്കാം. നമുക്ക് 3 കണ്ടീഷനാണ് മെയിൻ ആയിട്ട് വരുന്നത്. ആംഗിൾ സൈഡും, സൈഡ് ആംഗിൾ സൈഡും, സൈഡും. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് 2 ട്രയാങ്കിളുകൾ കോൺഗ്രുവന്റ് ആണ്. അപ്പൊ ആദ്യത്തെ നോക്കാം. ആദ്യത്തെ A വരുമ്പോൾ 2 ആംഗിൾസും അതിനെ ജോയിൻ ചെയ്യുന്ന സൈഡും സെയിം ആണെങ്കിൽ, ഇപ്പൊ ഈ പറയുന്ന 2 ആംഗിളുകളും അതിനെ ജോയിൻ ചെയ്യുന്ന സൈഡും ഈക്വൽ ആണെങ്കിൽ ഈ പറഞ്ഞ ട്രയാങ്കിൾ എന്താക്കാം? AASൽ സിമിലർ ആക്കാം. അപ്പൊ ഇവിടെ 2 ആംഗിൾസും ആ 2 സൈഡിനെയും ജോയിൻ ചെയ്യുന്ന സൈഡും ആയിരിക്കണം. രണ്ടാമത്തെ കേസിൽ സൈഡ് ആംഗിൾ സൈഡാണ്. അപ്പൊ അവിടെ 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ? 3 സൈഡ്സും സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ വരുമ്പോ അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഈ 2 ട്രയാങ്കിൾ എന്താവത്തുള്ളൂ? ഐഡന്റിറ്റിക്കൽ ആവത്തുള്ളൂ ഇല്ലേ? കോൺഗ്രുവൻസി എന്ന് പറയുമ്പോൾ 2 ട്രയാങ്കിൾ എന്തായിരിക്കും? ഐഡന്റിറ്റിക്കൽ ആയിരിക്കും, 2 ഒരേ കണക്കായിരിക്കും. അങ്ങനെയാണ് എന്ത് കോൺഗ്രുവൻസി വരുന്നത്. ഓക്കെ, അപ്പം കോൺഗ്രുവൻസി എന്താണ്, അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കോൺഗ്രുവൻസി പറഞ്ഞല്ലേ. കോൺഗ്രുവൻസി എങ്കിൽ 2 ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. ഇവിടെ നമുക്ക് അടുത്ത സിമിലാരിറ്റിയാണ്. സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഓർഗൻസ് പ്രപ്പോർഷണൽ ആയിരിക്കും. അതിന്റെ കറസ്പോണ്ടിങ് ഓർഗൻസ് എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. മറ്റേടത്ത് ഈക്വൽ ആയിരിക്കും. കോൺഗ്രുവൻസിയിൽ ഈക്വൽ ആയിരുന്നു, ഇവിടെ എന്താ? പ്രപ്പോർഷണൽ ആയി. ഇപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഇഫ് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR അങ്ങനെ ആണെങ്കിൽ ദെൻ ഇതിന്റെ എന്തൊക്കെ ഓർഗൻ ഉണ്ട് അതെല്ലാം പ്രപ്പോർഷണൽ ആയിരിക്കും. നോക്കാം. AB ബൈ PQ ഈക്വൽ ടു AC ബൈ PR ഈക്വൽ ടു BC ബൈ QR ഈക്വൽ ടു P1 ബൈ P2 ഈക്വൽ ടു R1 ബൈ R2 ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു റൂട്ട് ഓഫ് A1 ബൈ A2. അപ്പൊ ഏരിയ മാത്രം റൂട്ടിലും അതും പ്രപ്പോർഷണൽ ആണ്. ഏരിയയുടെ റൂട്ട് എടുത്താൽ മതി, ബാക്കി എല്ലാം എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ P1 പെരിമീറ്റർ, R1 നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ R എന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ എന്താ? സർക്കം റേഡിയസ് അല്ലേ. ഇങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്തായിരിക്കും? സിമിലർ ആയിരിക്കും, അല്ലെങ്കിൽ വിൽ ബി പ്രപ്പോർഷണൽ. അതാണ് എന്ത് നമുക്ക് സിമിലാരിറ്റി വരുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ കണക്കിന് കണ്ടീഷൻ ഫോർ സിമിലാരിറ്റി നോക്കാം. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ, എല്ലാ ആംഗിളും സെയിം ആയിരിക്കണം. അതായത് ഈ ട്രയാങ്കിൾ ABCയില് ഇങ്ങനെ എല്ലാ ആംഗിൾസും സെയിം ആണെങ്കിൽ ട്രയാങ്കിൾസ് എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും അല്ലേ. പക്ഷെ അതിന്റെ സൈസ് വ്യത്യാസം വരാം, ഷേപ്പ് സെയിം ആണ്. ഇനി അടുത്ത AA
രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ ആംഗിൾ രണ്ട് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ എന്താ അത് ഓക്കെ. ഇനി മൂന്നാമത്തെ രീതിയിൽ എന്താ, സൈഡ് സൈഡ് സൈഡ്. ഈ പറയുന്ന മൂന്ന് സൈഡ്സും പ്രപ്പോർഷണൽ ആണെങ്കിൽ അതും എന്ത് തന്നെ സിമിലർ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇതാണ് മൂന്ന് കണ്ടീഷൻ ഫോർ സിമിലാരിറ്റി. അപ്പൊ നമുക്ക് ഇനി ഒരു ട്രയാങ്കിൾ തന്നാൽ ആ ട്രയാങ്കിളിന്റെ ഏതൊക്കെ ആംഗിൾസ്, ഇപ്പൊ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം, അതിന്റെ ആംഗിൾസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് തെറ്റാനുള്ള പോസിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറഞ്ഞു തുടങ്ങിയാണ്. അപ്പൊ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ ആണ്. ഇതിനകത്ത് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ ഇതാണ് തന്നിരിക്കുന്നത്. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. അതിനകത്ത് ഗിവൺ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി ആംഗിൾ ആർ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി. അപ്പൊ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി. അങ്ങനെ നമുക്ക് എന്താ, ഈ രണ്ടും സിമിലർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എഴുതണം. നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എഴുതി നോക്കാം. ആംഗിൾ എ, ഇതാണ് ആംഗിൾ എ, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്. അപ്പൊ അവിടെ എന്താ, ബി സി. ഇനി അടുത്ത രണ്ടാമത്തെ ട്രയാങ്കിൾ ആണ് ഇത്. ഇതിന്റെ ഏതാ, ആർ ആണ് ഇല്ലേ? എ ഈക്വൽ ടു ആർ ആണ്. അപ്പൊ ആറിന് ഓപ്പോസിറ്റ് ചെയ്താ പി ക്യു. രണ്ടാമത്തെ ബിയും പിയും, ബിക്ക് ഓപ്പോസിറ്റ് ചെയ്താ എ സി. ഇവിടെയോ പി ആണ്, പിക്ക് ഓപ്പോസിറ്റ് ചെയ്താ ക്യു ആർ. പിന്നീട് മൂന്നാമത്തെ സൈഡ് എഴുതാൻ കുഴപ്പമില്ല, കോമൺ അല്ലാത്ത രണ്ടും എഴുതാം, എ ബി ബൈ പി ആർ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന കറസ്പോണ്ടിങ് സൈഡ്സ് എഴുതുന്നത്. അതായത് ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, അതാണ് കറസ്പോണ്ടിങ് സൈഡ് ആയിട്ട് വരുന്നത്. ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, അത് രണ്ടുമായിരിക്കും എന്ത്, പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. അത് തെറ്റിക്കല്, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റുന്നതും കൺഫ്യൂഷൻ ആണ്. തെറ്റുന്നില്ല, കൺഫ്യൂഷൻ ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. അപ്പൊ ഇവിടെ ഒന്നും കൂടെ നോക്കി, ഇഫ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ, ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ ആണ്, അതാണ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി ആണ്. നോക്കാം, അപ്പൊ ആംഗിൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഏതാ, ബി സി ആണ്. അതേ കണക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് ബി സി എന്നൊക്കെ എഴുതി പോവാം. പക്ഷെ നമ്പേഴ്സ് ആണ് തന്നേക്കുന്നതെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എടുക്കാതെ പെട്ടെന്ന് ചെയ്യണ്ടേ, ഇതാണ് നമ്മുടെ ആവശ്യം. സമയം കൂടെ ഒരു കൺസ്ട്രെയിൻ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇത് വെച്ചാണ് പറഞ്ഞത്. അപ്പൊ ആംഗിൾ എക്ക് ബി സി ആണ് ഓപ്പോസിറ്റ്, ഇവിടെ ആറിന് പി ക്യു. പിന്നെന്താ, ബിക്ക് ഓപ്പോസിറ്റ് ഇവിടെ വരുന്നത് എ സി, പിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ക്യു ആർ. പിന്നെ മൂന്നാമത്തെ സൈഡ് എഴുതാം, കോമൺ അല്ലാത്ത എ ബിയും പി ആറും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇത് നമുക്ക് രണ്ട് ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് പാർട്സ് എഴുതുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ സിമിലാരിറ്റിയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ സിമിലാരിറ്റി എന്ന ടോപ്പിക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് തെയിൽസ് തിയറം. എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, എ ബി സിയും എ ഡിയും. ഇവിടെ ബി സി ഇസ് പാരലൽ ടു ഡിഇ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് ബി സി ഇസ് പാരലൽ ടു ഡിഇ, അങ്ങനെ ആവുമ്പോൾ ഈ രണ്ട് ആംഗിൾസ് സെയിം ആവത്തില്ലേ? രണ്ട് സെയിം ആവും. അതാണെങ്കിൽ ഇതും ഇതും സെയിം ആവും അല്ലേ? അല്ലേ, കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്, ഇഫ് ഡി ഈസ് പാരലൽ ടു ബി സി ദെൻ ട്രയാങ്കിൾ എ ഡി ഇ സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി. നമുക്ക് നോക്കാം, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ കോമൺ ആണ്, ആംഗിൾ എ ഡി ഇ ഈക്വൽ ടു ആംഗിൾ എ ബി സി അല്ലേ? അതേ കണക്ക് ആംഗിൾ എ ഇ ഡി ഈക്വൽ ടു ആംഗിൾ എ സി ബി അല്ലേ? അങ്ങനെ ഈ രണ്ടും സിമിലർ ആണ് അല്ലേ? ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായി, സിമിലർ ആയി. സിമിലർ ആംഗിളിന്റെ കറസ്പോണ്ടിങ് പാർട്സ് എഴുതാം. കറസ്പോണ്ടിങ് പാർട്സ് എന്താ, ആദ്യം ആംഗിൾ എയുടെ ചെറിയ ട്രയാങ്കിളിന്റെ ഡിഇ ബൈ, ചെറിയ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഡിഇ ബൈ ബി സി ഈക്വൽ ടു ആൽഫ വെച്ചുള്ള നോക്കാം, എ ഇ ബൈ എ സി ഈക്വൽ ടു എ ഡി ബൈ എ ബി ഇല്ലേ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, തെയിൽസ് തിയറത്തിന്റെ ഈ രണ്ട് സൈഡ്സും പാരലൽ ആണെങ്കിൽ, ഒരു രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് സൈഡ് പാരലൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അതിന്റെ സൈഡ്സ് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി രണ്ടാമത്തെ, ഇതപ്പോ ഒന്നായിരുന്നു, ഫസ്റ്റ് കണ്ടീഷൻ ആയിരുന്നു. ഇത് മനസ്സിലായോ? ഇതെന്താ, ഇത് പാരലൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയിരിക്കും. ഇനി നമുക്ക് തിരിച്ച് രണ്ടാമത്തെ പറഞ്ഞോളൂ, ഈ രണ്ട് ട്രയാങ്കിളും എന്താണെങ്കിൽ സിമിലർ ആണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഇനി എന്താ പറയുന്നത് നോക്കാം, ടേസ്റ്റ് ചേർത്ത് തന്നെ. ഇഫ് ഡി ആൻഡ് ഡി ആർ മിഡ് പോയിന്റ് ഓഫ് എ സി ആൻഡ് എ ബി, എ ബിയുടെ എ സിയുടെ മിഡ് പോയിന്റ് ആണ് ഡി വി എങ്കിൽ, നമുക്കിവിടെ എ ഡി മിഡ് പോയിന്റ് ആക്കി ഇതിന്റെ റേഷ്യോ 1 ആയിരിക്കത്തില്ലേ? അതേ കണക്ക് ഇവിടെയും 1 ആയിരിക്കത്തില്ലേ അല്ലേ? മിഡ് പോയിന്റ് ആക്കിന്റെ റേഷ്യോ 1 ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം,
DE is parallel to DE parallel to BC. അത് കണക്ക് ട്രയാങ്കിൾ ADE സിമിലർ ടു ട്രയാങ്കിൾ ABC അല്ലേ? പിന്നെ നമുക്ക് കറസ്പോണ്ടിങ് പാർട്സ് എഴുതാം. നമുക്ക് ആകപ്പാട് പറയുന്നത് ഇത് രണ്ട് DE മിഡ് പോയിന്റ്സ് ആയിരുന്നു. മിഡ് പോയിന്റ്സ് ആണെങ്കിൽ ഇവിടെ എന്താണ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? എല്ലാം വണ്ണം വണ്ണോ. അപ്പൊ നമുക്ക് അത് പാരലൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്. നമ്മൾ നേരത്തെ കണക്ക് കറസ്പോണ്ടിങ് പാർട്സ് എഴുതിയാം. നോക്കാം. AD by AB ഈക്വൽ ടു AE by AC ഈക്വൽ ടു ED by BC ഈക്വൽ ടു എന്ത് വരും? 1/2 വരത്തില്ലേ? ഇത് 1 മൊത്തം 2 അല്ലേ? അപ്പൊ ഞാൻ നോക്കേ, ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഇനി ഏരിയ ഓഫ് ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്താ? സൈഡ്സിന്റെ സ്ക്വയർ എടുക്കണം അല്ലേ? അപ്പൊ എന്താ? DE by BC സ്ക്വയർ ആണ് ഈക്വൽ ടു 1/4 കിട്ടും. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ സ്ക്വയർ ഏരിയയുടെ റേഷ്യോ എന്തായിരിക്കും? 1/4 ആയിരിക്കും. DE 1ഉം ABC 4ഉം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ പാർട്ട് ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ടെയിൽസ് തിയറം പറയുന്ന ആദ്യം എന്തായിരുന്നു? പാരലൽ ആണെങ്കിൽ, രണ്ടാമത് മിഡ് പോയിന്റ് ആണെങ്കിൽ, DEയും മിഡ് പോയിന്റ് ആണെങ്കിൽ, അപ്പൊ നമുക്ക് എന്താ പറയാ? ഇവിടെ ഏരിയ 1/4 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് സിമിലാരിറ്റിയും കോൺഗ്രുവൻസിയും വരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഈ ടോപ്പിക്കിന് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സിമിലാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിട്ടുണ്ട് DE പാരലൽ ടു BC. DE പാരലൽ ടു BC ആണെങ്കിൽ നമുക്ക് എന്തുറപ്പിക്കാം? ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ആണ് അല്ലെ? ദെൻ ട്രയാങ്കിൾ ADE സിമിലർ ടു ട്രയാങ്കിൾ ABC. ഇങ്ങനെ ആകുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ് എഴുതിയാൽ പോരെ? കറസ്പോണ്ടിങ് പാർട്സ് എഴുതാം. നമുക്ക് AD by AB ഈക്വൽ ടു AE by AC ഈക്വൽ ടു DE by BC ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് റേഷ്യോസും തന്നിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് അതിന് നെഗ്ലക്ട് ചെയ്യാം. അത് വേണ്ട, നമുക്ക് ഇതിന് എത്രയും വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ AD എത്ര? 6 ആണ്. AB എത്ര? 12x minus 6 പ്ലസ് 6 ഉണ്ടല്ലേ? അപ്പൊ 12x ആവും. ഈക്വൽ ടു AE എത്ര? 2x. AC എത്ര? 16. അപ്പൊ കട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം കട്ട് ചെയ്യാം. ബാക്കി എന്തൊരു? x² ഈക്വൽ ടു 4, x ഈക്വൽ ടു 2. അപ്പൊ എന്താ? ഇവിടെ രണ്ടും പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലെ DEയും BCയും പാരലൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്തായി? സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ സൈഡ്സിന്റെ റേഷ്യോസ് എഴുതാമല്ലോ. സൈഡ്സിന്റെ റേഷ്യോസ് എഴുതി നമുക്ക് ആൻസർ 2 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? DE പാരലൽ ടു AC ആണ്. അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ? ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. ഇനി എന്താ? AD ടു DB 3:2 ആണ്. അതിനകത്ത് AD ടു DB 3:2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ, ഇഫ് DE പാരലൽ ടു AC അങ്ങനെയാണെങ്കിൽ എന്താ? ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും. ട്രയാങ്കിൾ BDE സിമിലർ ടു ട്രയാങ്കിൾ BAC. അങ്ങനെ ആകുമ്പോൾ സൈഡ്സും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഏതൊക്കെ? BD ടു AB ഈക്വൽ ടു BE ടു AC ഈക്വൽ ടു DE ടു BC അല്ലേ? ഇതെല്ലാം ഈക്വൽ ടു എന്തായിരിക്കും? 2/3 ആയിരിക്കും. അപ്പൊ ഇവിടെയും 2, ഇവിടെയും 3 വരും അല്ലേ? നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ 2/3. ഇനി നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു സൈഡ്സിന്റെ സ്ക്വയർ ആണല്ലേ? അപ്പൊ DE ബൈ, ഇതിനകത്ത് ഇത്രയൊന്നും വേണ്ട, ഈ ഒരു സൈഡ് മാത്രം മതി. DE ടു AC 5 അല്ലേ വരുന്നത്?
AB 5 അല്ലേ വരുന്നത്? മൊത്തം അല്ലേ വരുന്നത്? അത് 5 ആണല്ലോ. അപ്പൊ നമുക്ക് 4/21 കിട്ടി. നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രപ്പീസിയം ACED. അപ്പൊ ട്രപ്പീസിയം ACED എത്ര? ഇത് 4 ആണ്. മൊത്തം 25 ആണെങ്കിൽ ഇത് 21 ആയിരിക്കുമല്ലോ. അപ്പൊ ട്രപ്പീസിയത്തിന്റെ 21 പിന്നെന്തോ ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE അതെത്ര? 4 ആയിരിക്കും അല്ലേ? ഇങ്ങനെ ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താ നേരിട്ടത് കണക്ക് ഇവിടെ റേഷ്യോനെ എടുത്തതാണ്, പക്ഷെ ഇവിടെ 3:2 ആണ് വന്നത്. എന്നിട്ട് ഇതിന്റെ മൊത്തത്തിലുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ 5 വന്ന് 2/5 കിട്ടിയത്. അപ്പം ഏരിയ എടുക്കുമ്പോൾ ഇതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ മേളത്തെ പാർട്ട് 4 ആണ്. മൊത്തം 25 ആണെങ്കിൽ താഴെ 21 ആയിരിക്കുമല്ലോ. അതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ.